ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് വ്യാപാരികളുടെ വിളക്കാണ്. അത് വളരെ കേമായിട്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കണ്ണനും സുധാമാവും ഒക്കെ ആയിട്ടുള്ള ആ കൃഷ്ണകുചേല എൻ്റെ ആ ഒരു സമാഗമം വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് അവതരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വേദിയിൽ കാണാൻ കഴിയുന്നത് കൃഷ്ണനും രുക്മിണിയും ആണ്. ഗുരുവായൂർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഏകാദശി വിളക്കാണ്. ആ രുക്മിണി ദേവി കണ്ണനെ എന്താ പറയുക, വീശിക്കൊടുക്കുകയാണ്. വിശറിക്ക് പകരം ഇവിടെ ഉത്തരീയമാണ് എന്നാണ് നമുക്ക് കാണുന്നത്. എന്തായാലും വളരെ രസകരമായ കഥയുമായിട്ടാണ് ഇന്നത്തെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം നമുക്ക് വേണ്ടിയിട്ട്, ഭക്തർക്ക് വേണ്ടിയിട്ട് തുറന്ന് കിട്ടിയത്. ഇതാ വരുന്നു കുചേലൻ, സുധാമാവെന്ന കുചേലൻ ഇതാ വരുന്നു. വളരെ മന്ദം കടന്നു വരികയാണ്. ഇത് കണ്ട കണ്ണനുണ്ടോ ഇരിപ്പുറപ്പിക്കുന്നു. എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അത് ഓടുന്നു. കണ്ണനും പിന്നാലെ രുക്മിണിയും ഓടി ആ സുധാമാവിനെ, പഴയ ചങ്ങാതിയെ കണ്ടപാടെ കെട്ടിപ്പിടിച്ചു. പൂണ്ടറിഞ്ഞ് കെട്ടിപ്പിടിച്ച് എന്തൊക്കെ പറഞ്ഞു തീരണം, എങ്ങനെ പറയണമെന്നറിയില്ല. ആ ഒരു യാത്ര വളരെ സാവധാനത്തിൽ തൻ്റെ അരമനയിലേക്ക് ആനയിക്കുകയാണ് കണ്ണൻ സുധാമാവിനെ. ഹരേ കൃഷ്ണ. ചങ്ങാതികളുടെ ആ സൗഹൃദത്തിൻ്റെ ഒരു അത്യുത്തമ ഉദാഹരണമാണ് നമ്മുടെ കൃഷ്ണനും സുധാമാവും തമ്മിലുള്ളത്. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന, ഇപ്പോൾ വൈകിട്ട് നടന്ന പരിപാടിയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് കയറുകയാണ്, കൊണ്ടുപോവുകയാണ്. കണ്ണനും സുധാമാവും രുക്മിണിയൊക്കെ ആയിട്ട് എങ്ങനെ കയറണം എന്നൊക്കെ, അങ്ങോട്ട് വരണോ വരണ്ടേ എന്നുള്ള സംശയത്തിലാണ് സുധാമാവേ. ഇത്രയും വലിയൊരു കൊട്ടാരത്തിലേക്ക് താൻ എങ്ങനെ കയറുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ്. ആ കൊട രുക്മിണിക്ക് കൊടുത്തു. ഇനി അതാ പിടിച്ചു കൊണ്ടുപോവുകയാണ്. തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പറയുകയാണ് കണ്ണൻ. പക്ഷേ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ്. എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയില്ല. എന്താ കണ്ണാന്ന് പറയണു, എൻ്റെ സുധാമാവേ, എൻ്റെ സതീർത്ഥ്യാന്ന് പറഞ്ഞ് കൈ പിടിക്കുകയാണ്. ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടേ ഇരിക്കാൻ കൂട്ടാൻ കൊടുക്കണില്ല. കണ്ണൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. രുക്മിണി ഇതെല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. എന്താ ഇപ്പോൾ ഇത് തൻ്റെ ഭർത്താവ്, തൻ്റെ പതി ചെയ്യുന്നത്, മറ്റൊരു വിപ്രവനെ എന്താണ് ഒന്നും മനസ്സിലാവാതെ കെട്ടിപ്പിടിക്കണു. വീണ്ടും വർത്തമാനം പറയണു, വീണ്ടും കെട്ടിപ്പിടിക്കണു, ഇരിക്കാൻ പറയണു. പിടിച്ചാലും ഇരിക്കണില്ല, നിലത്തിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ താനും നിലത്തായിരിക്കുക എന്ന് പറയണു. അപ്പോൾ എണീച്ചു. അങ്ങനെ അവസാനം കണ്ണൻ്റെ നിർബന്ധത്തിന് ആ സുധാമാവ് കണ്ണൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ രുക്മിണിയോട് പറയാണ്, കാല് കഴുകിച്ചു കൊടുക്കുക, എൻ്റെ സതീർത്ഥ്യനാണ്, എൻ്റെ വേണ്ടപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാല് രണ്ടുപേരും കൂടി കഴുകുകയാണ്, കഴുകിച്ചു കൊടുക്കുക. തൊട്ട് തലയിൽ വെച്ചിട്ട്
അതൊക്കെ ഒരു എന്തല്ലേ, നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ, നമ്മളാവണമെങ്കിൽ എന്തൊക്കെ, എത്ര ജന്മത്തെ തപം വേണം. അങ്ങനെ ആ സുധാമാവിനെ പോലെ ഒരാളാവാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നീട് എന്തിനാ ജന്മല്ലേ. എന്തായാലും വളരെ ഗൗരവത്തോട് കൂടിയിട്ട് എന്തൊക്കെയാണ് പറയേണ്ടത്, എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാലും അവസാനം ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം നമ്മിലുണ്ടാവും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സുധാമാവും കണ്ണനും തമ്മിലുള്ള ആ ഒരു മഹാപാവമായിരുന്ന ആ സുധാമാവ്, അതായത് അഷ്ടിക്ക് പോലും വകയില്ലാത്ത ഒരവസ്ഥയായിരുന്നല്ലോ. ഇപ്പോൾ രുക്മിണി വീശി കൊടുക്കുകയാണ്. കണ്ണൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ഒരു നേരത്തെ ഇതിനും കൂടി ഇല്ലാതെ ദാരിദ്ര്യമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരനല്ലേ കണ്ണൻ, കൃഷ്ണൻ രാജാവാണല്ലോ, അപ്പോൾ പോയി പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തരും എന്ന് പറഞ്ഞിട്ട് കുചേലൻ്റെ ഭാര്യ പറഞ്ഞയച്ചത് പ്രകാരം വരികയാണ്. എത്ര ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞാലും അവസാനം കണ്ണനെ ഒന്ന് കാണാലോ എന്നുള്ള ഉദ്ദേശത്തിൽ വരികയാണ്. അവസാനം വരുമ്പോൾ അവിൽപ്പൊതിയൊക്കെ ആയിട്ടാണ് വരണത്. അദ്ദേഹത്തിൻ്റെ കക്ഷത്ത് കണ്ടോ അവിൽപ്പൊതി ഉണ്ട്, ഇപ്പോൾ ഒന്നും കാണിക്കണില്ല. വന്ന കണ്ണനെ കണ്ട ഒരു സന്തോഷത്തിൽ എല്ലാം മറന്നു. കണ്ണനാണെങ്കിലോ അതിലേറെ. വളരെ വളരെ പഴയ കാര്യങ്ങളൊക്കെ കൃഷ്ണൻ ചോദിക്കുകയാണ്, സുധാമാവേ നിനക്ക് ഓർമ്മയുണ്ടോ, നീ എന്നെ ഒരു പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ സുധാമാവ് പറയാണ്, അത് ഒരു ദാരിദ്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, താൻ ഭക്ഷണം, അതായത് ഒരു കടലപ്പൊതിയുടെ കാര്യം, ഒരു വൃദ്ധ കടലപ്പൊതി ഭഗവാന് കാഴ്ചവെക്കുന്ന അതിന് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുകയും അത് കള്ളം കൊണ്ടുപോവുകയും എന്നിട്ട് ഇവരുടെ കണ്ണനും സുധാമാവും ഒക്കെ ആ ഗുരുസന്നിധിയിലെത്തിയിട്ട് ആ ഗുരുസന്നിധിയുടെ ഗുരുഭഗ്നി ആ വിറക് ശേഖരിക്കാൻ പോകുന്ന രണ്ടു പേർക്കും കൂടി കുചേലൻ്റെ അടുത്ത് കൊടുത്തയക്കുകയാണ്, സുധാമാവിൻ്റെ അടുത്ത്, ഇത് നിങ്ങൾ വഴിച്ചെലവിന് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ സത്യസന്ധനും ദീർഘദർശിയുമായ സുധാമാവിന് അറിയാമായിരുന്നു അതിൻ്റെ പിന്നിലെ ഒരു ശാപവും കൂടി. അപ്പോൾ ആ ശാപം അത് കഴിച്ചാൽ ദാരിദ്ര്യം വിട്ടുപോയില്ല എന്ന്. അപ്പോൾ താൻ അത് കഴിച്ചാൽ തനിക്കേ ദരിദ്രം ഉണ്ടാവുള്ളൂ. പക്ഷേ കണ്ണനെങ്ങാനും കഴിച്ചാൽ കണ്ണൻ്റെ ആ രാജ്യ സദസ്സ് മുഴുവൻ, അതായത് ആ പ്രജകൾ മുഴുവൻ, ആ ലോകം മുഴുവൻ ദാരിദ്ര്യത്തിൽ ആവും എന്നുള്ളത് കൊണ്ട് സുധാമാവ് ഒറ്റയ്ക്ക് കഴിച്ചതാണ്. അതാണ് ഇപ്പം ഇന്ന് കണ്ണൻ ചോദിക്കുകയാണ്, നീ എനിക്ക് തരാതെ, സുധാമാവേ താൻ എനിക്ക് തരാതെ ആ കടലപ്പൊതി കഴിച്ചില്ലേന്ന്. അപ്പോൾ കടലപ്പൊതിന്നോ അവിൽപ്പൊതിന്നൊക്കെ പറയാം, അത് കഴിച്ചില്ലേന്ന്. പക്ഷേ അത് അദ്ദേഹത്തിനും അറിയാം, കാരണം കാര്യവും കാരണവും ഒക്കെ അദ്ദേഹം തന്നെയാണല്ലോ. എന്നാലും ആ ഒരു ചങ്ങാതിയുടെ അതിൽ പിന്നെ രുക്മിണിയോട് പറയാണ്, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരനാണ്, എൻ്റെ ജീവൻ പോലും രക്ഷിച്ച കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ആ ഒരു ഇരിപ്പാണ് ആ ഇരിപ്പേ. വളരെ എന്ത് പറഞ്ഞാലും മതിയാവാത്ത, എങ്ങനെതായാലും കണ്ണിൽ നോക്കിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് അവർ രണ്ടുപേരും. സുധാമാവിനാണെങ്കിൽ ഇത്രയും വലിയ കൊട്ടാരത്തിൽ തൻ്റെ ചങ്ങാതി താൻ മുകളിലിരിക്കുകയാണ്, തൻ്റെ ചങ്ങാതി താഴത്തും ഇരിക്കുകയാണ്. അപ്പോൾ താൻ എവിടെ എത്തി എന്നുള്ള ആ ഒരു ചിന്തയൊക്കെയാണ്. കണ്ണനാണെങ്കിലോ ഇരിപ്പുറക്കണില്ല. എന്തൊക്കെ കൊടുക്കണം ഇനിയിപ്പോൾ തൻ്റെ സതീർത്ഥ്യന് എന്നറിയില്ല. വീശി കൊടുത്തത് പോരേന്നാണ് ചോദിക്കണേ. ഭാര്യയോട് ചോദിക്കുകയാണ്,
ഒന്നും കൂടി നന്നായിട്ട് വീശു. എൻ്റെ കൂട്ടുകാരന് ക്ഷീണം ഉണ്ടാവും, ധാരാളം വഴി നടന്നിട്ട് വരികയാണ്. ഓ, എത്ര കെട്ടിപ്പിടിച്ചാലും മതിയാവണില്ലേ. ആ, കക്ഷത്തുനിന്ന് എടുത്തു കേട്ടോ. ചോദിച്ചു എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലല്ലോ കക്ഷത്തുണ്ടല്ലോ, ഒരു പൊതി ഉണ്ടല്ലോ, എന്നെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാതെ വരില്ലല്ലോ എൻ്റെ സതീർത്ഥ്യൻ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞപ്പോൾ ആ കക്ഷത്തതാ ആ വിൽപ്പൊതി കാണാൻ കിട്ടി. അയ്യോ, കഴിക്കണ്ട കണ്ണാ, അതിൽ കല്ലുണ്ട് മുള്ളുണ്ട് കണ്ണാ എന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ സതീർത്ഥ്യനായ സുധാമാവ് കൊടുന്നത് എനിക്ക് അമൃതാണ് എന്ന് പറഞ്ഞിട്ട് ആ പൊതി അഴിക്കുകയാണ്. ആ പൊതി അഴിച്ചിട്ട് കഴിക്കാനുള്ള ശ്രമത്തിലാണ്. വേണ്ട വേണ്ട എന്ന് പറയുകയാണ്, എന്നാലും അത് കണ്ട സന്തോഷത്തിലാണേ. ആദ്യത്തെ വായ കഴിച്ചു കേട്ടോ. ആദ്യത്തെ വായ കഴിച്ചു. എന്താ ഒരു സന്തോഷം. ഇത്രയ്ക്കും നല്ലതായിരുന്നോ എന്ന്. അപ്പോൾ ആ സുധാമാകെ എന്താ പറയുക, രണ്ടാമത്തതും കഴിച്ചു. എന്താ ഒരു രസം, വളരെ അതാ മൂന്നാമത്തെ കഴിക്കാൻ നിൽക്കുമ്പോൾ മതി കേട്ടോ, ഇനി കഴിക്കണ്ട അത് ഭാര്യ വാങ്ങിച്ചു, ഇനി നിർത്തിക്കളയും. അപ്പോൾ കാരണം ഇനി മൂന്നാമതും കൂടിയും കഴിച്ചാൽ താനിപ്പോൾ എങ്ങനെയാണ്, ഇനി അവരുടെ ദാസ്യവൃത്തി ഞാൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഞാൻ കഴിച്ചതെന്നാണ് ഞാൻ കണ്ണൻ ചോദിക്കണതേ. അത്രയും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ സതീർത്ഥ്യൻ്റെ ആ സതീർത്ഥ്യൻ കൊടുന്നു തന്ന, സുധാമാവ് കൊടുന്നു തന്ന ആ അവിൽപ്പൊതി, അവിൽ ഞാൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ആരാ കഴിക്കുക? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് ഭാര്യയോട് പറയണത്, രുക്മിണിയോടെ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. സുധാമാവിന് ആകെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച പ്രതീതിയായി. കാരണം കണ്ണൻ അദ്ദേഹം കൊണ്ടുവന്ന ആ വിൽപ്പൊതി കഴിച്ചു. പിന്നെ തന്നെ ഇത്രയും നല്ല ഈ കൊട്ടാരത്തിൽ ഇരുത്തി ശുശ്രൂഷിച്ചു, കാൽ കഴിച്ചു. ഇതൊക്കെ പറഞ്ഞാൽ താൻ എത്ര ജന്മത്തെ പുണ്യം കൊണ്ടാണ് എന്നറിയില്ലല്ലോ. ഇനി കണ്ണാ പോണ്ടേ, എനിക്ക് പോണ്ടേ, ഞാൻ കൊണ്ടേക്കാന്നാണ് പറയുന്നത്. ആ കുട എടുക്കൂ. രുക്മിണിയോട് കുട എടുക്കാൻ പറഞ്ഞു. കുട എടുത്തു കൊടുത്തു. പോവണ്ടേ എന്ന് പറഞ്ഞ് അത് വിടാൻ തോന്നുന്നില്ല. ആ കൂട്ടുകാരൻ്റെ പിരിയാൻ വയ്യാത്ത അത്രയും അടുത്ത ആ ഒരു ബന്ധമാണല്ലോ. പോണോ? ഇനിയും ചോദിക്കാം, പോണോ അങ്ങോട്ട്? പോവാം. എൻ്റെ ആ ഓടക്കുഴൽ തരുമെന്ന് പറഞ്ഞിട്ട് ഓടക്കുഴലെടുത്ത് തൻ്റെ സതീർത്ഥ്യനുമായി മുന്നോട്ട് പോരുകയാണ്. എന്തായാലും ഇത് ഈ ഒരു കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴായി കേട്ടതാണെങ്കിൽ കൂടി ഇതിങ്ങനെ കാണുമ്പോൾ കളിക്കുകയാണ്. എത്രതായാലും വിട്ട് പോകാൻ തോന്നില്ലേ. തൻ്റെ ആ കുട്ടിക്കാലത്തെ ആ കളിച്ച് നടന്നിരുന്ന ആ ഒരു കളിയുടെ ഓർമ്മയാണ് ഇപ്പോഴും കളിക്കാൻ തോന്നുന്നത്. ഇത്ര വലിയ രാജാതിരാജനായിട്ട് പോലും സതീർത്ഥ്യനെ കൂട്ടുകാരനെ കണ്ടപ്പോൾ കളിക്കണം എന്നുള്ള ആ ഒരു മനസ്സ് ആ കുട്ടിക്കാലത്തെ ആ ബാല്യകാലത്തേക്ക് പോയി. ഭഗവാന് പോലും ആ ബാല്യകാലത്തേക്ക് മടങ്ങി വന്നു എന്ന് പറഞ്ഞ ആ മായക്കണ്ണൻ കൈ പിടിച്ച് കൊണ്ടുപോവാണ്. കണ്ണ കൃഷ്ണ ഹരേ.